കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ. ഇഗ്നോ ഫോക്കസ് 3.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എംകോമിന്റെ പേപ്പർ ആയിട്ടുള്ള MCO 01 ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ബിഹേവിയർ എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ഇൻഡെപ്ത് അനാലിസിസ് തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഈ 2024 ഡിസംബർ സൈക്കിൾ എക്സാം എഴുതാൻ പോകുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠനം നന്നായിട്ട് പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചവരുണ്ടാവും. പക്ഷെ നമ്മൾ പഠിക്കുന്നത് ഏത് ഭാഗത്താണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്നൊരു ധാരണ നമുക്ക് വേണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പഠിക്കണം എന്നൊരു ഐഡിയ കിട്ടണം. അപ്പൊ നമുക്ക് പഠിക്കാൻ അറിയാം, ചിലപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ നമ്മൾ പഠിക്കുന്നത് സക്സസ്ഫുൾ ആവണമെങ്കിൽ, നമുക്കതൊരു എക്സാം പ്രിപ്പറേഷൻ അത് കറക്റ്റ് ആയിട്ട് നടക്കണമെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു ട്രെൻഡും പാറ്റേണും അനുസരിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എങ്കിൽ അപ്പോഴാണ് അത് നമുക്ക് നന്നായിട്ട് നമുക്ക് പഠനം നമുക്ക് സക്സസ്ഫുൾ ആയി നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ഒരു അനാലിസിലൂടെ നിങ്ങൾക്ക് ഓർഗനൈസേഷൻ തിയറി എന്താണെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ബിഹേവിയർ വരുന്നതെന്നും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ പ്രീവിയസ് ഇയറുകളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നന്നായിട്ട് അനലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സിലബസ് കവർ ചെയ്യേണ്ടത്, ഏത് രൂപത്തിലാണ് നിങ്ങൾ അത് പഠിക്കേണ്ടത്, ഏതൊക്കെ ഏരിയ ആണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ അനാലിസിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് പ്രോബബിലിറ്റി വരെ നമ്മൾ ഇതിനകത്ത് അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതായിരിക്കും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത്, ഹൈ പ്രോബബിലിറ്റി ഏരിയ ഏതാണ്, പ്രോബബിലിറ്റി കുറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഏതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് തന്നെയാണ് ഇത്. അപ്പൊ ഇത് നിങ്ങൾ പഠനത്തിന് നന്നായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ പഠിക്കും, പക്ഷെ നമ്മൾ സമയം ഒരുപാട് നമുക്ക് എവിടെ യൂസ് ചെയ്യണം, എവിടെയാണ് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഒരു വീഡിയോയിൽ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ സിലബസ് മാപ്പിംഗ് നടത്തിയിട്ടുള്ളത് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും എല്ലാം ഒരു എക്സാം റെലവൻസിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ വരുന്ന എക്സാം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ എക്സാം പാറ്റേൺ ഏത് രീതിയിലാണ് നമുക്കിപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ ടൈം നമുക്ക് വേസ്റ്റ് ആക്കാതെ നമുക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ആവശ്യമുള്ളിടത്തോട്ട് കൂടുതൽ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് ബ്ലോക്ക് വൈസ് ഏത് ബ്ലോക്ക് നിന്നാണ് അത് ചോദിക്കുന്നത്, ഏത് യൂണിറ്റ് നിന്നാണ് കൂടുതൽ ചോദിക്കുന്നത്, ഏത് ടോപ്പിക്കുകളാണ് കൂടുതൽ ചോദിച്ച് കാണുന്നത് എന്ന് വരെ നമ്മൾ ഈ അനാലിസിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഏത് ഏരിയ നിന്നാണ് അല്ലെങ്കിൽ എങ്ങനെയാ ചോദിക്കാനാണ് ചാൻസ്, അല്ലെങ്കിൽ ആ ഒരു പ്രോബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് വരെ നമ്മളതിന്റെ ഹൈ പ്രോബിലിറ്റി കേസാണോ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ December 24 എക്സാമിന് ഏതായിരിക്കും കൂടുതൽ ചാൻസ് ചോദിക്കാനുള്ളതും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ 2024 ഡിസംബർ സൈക്കിൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഒന്നും കൂടെ ഹെൽപ്ഫുൾ ആവും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്കതിന്റെ ആൻസേഴ്സ് നമ്മൾ അതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പിന്നീട് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ അനാലിസിസ് കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ 2021 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മളിത് ട്രെൻഡും പാറ്റേണും എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു
അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ബിഹേവിയർ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിന്റെ സിലബസ് നിങ്ങൾക്ക് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം കറക്റ്റ് മനസ്സിലാക്കി അത് നന്നായിട്ട് പഠിച്ച് നിങ്ങൾക്കത് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസേഴ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതുമാണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നോക്കാവുന്നതുമാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇപ്പൊ നമ്മൾ ഈ MCO 01 നമ്മുടെ ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ബിഹേവിയർ എന്നുള്ള ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ മെയിൻ ആയിട്ടും പഠിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണ് ഒരു ഓർഗനൈസേഷന് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, അത് ഏതൊക്കെ രീതിയിലായിരിക്കും ആ ഒരു ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ തിയറി ആയിട്ട് ഒരുപാട് തിയറീസ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രാക്ടിക്കലി നമ്മൾ ഈ പഠിച്ചിട്ടുള്ള ഈ തിയറി പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള രൂപത്തിലായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടാവുക. അപ്പൊ അവിടെയാണ് നമുക്ക് ഒരു ചലഞ്ചസ് വരുന്നത്. നമുക്കത് അപ്ലൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അത് എഴുതേണ്ടതെന്ന് വരെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ പഠിക്കുന്നതാണോ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയ മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമ്മൾ പഠനം സക്സസ്ഫുൾ ആവുന്നത്. നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമുക്ക് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിന്. അപ്പോഴാണ് നമ്മൾ ഹാർഡ് വർക്ക് നമുക്ക് ഒരു സക്സസിലോട്ട് എത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, നമ്മൾ പഠിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ പഠിക്കുന്നത് ഒരു റെലവൻസ് ഇല്ലാത്തൊരു ഏരിയ ആണ് എങ്കിൽ, അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു എഫേർട്ട് അവിടെ കൊണ്ട് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ എഫേർട്ട് നന്നാവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്ക് നമുക്കൊരു പോസിറ്റീവ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സക്സസിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് ഏരിയാസ് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ട്രെൻഡും പാറ്റേണും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ ഹാർഡ് വർക്ക് നമുക്ക് സക്സസിലോട്ട് എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഈ 24 ഡിസംബർ സൈക്കിളിലെ എക്സാം നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവട്ടെ, അതിന് നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ എന്നും കൂടെ പറയുന്നു കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഏരിയയിലോട്ട് കടക്കാം. നമ്മൾ സിലബസ് മാപ്പിംഗിലോട്ടാണ് പോകുന്നത്. അത് ബ്ലോക്കും യൂണിറ്റും ടോപ്പിക് വൈസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ടോപ്പിക് വൈസ് ആണ്. ടോപ്പിക് വൈസ് പറയുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ആ ഒരു ബാർ ഡയഗ്രാം നോക്കുന്ന സമയത്തെ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അത് പറ്റുന്നുണ്ട്. നമുക്ക് കൂടുതൽ ചോദിക്കുന്ന ഏരിയാസ് ഏതാണെന്നാണ് നമ്മൾ പറയുന്നത്. ഏത് ടോപ്പിക്കാണ് നമ്മൾ കൂടുതൽ ചോദിച്ച് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലേറ്റവും ഹയസ്റ്റ് നിൽക്കുന്ന നമുക്കറിയാം കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക് തന്നെയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ കൺസെപ്റ്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് തന്നെ അത് പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം ഹോളിലോട്ട് പോകാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ലെവൻസ് ചേഞ്ച് മോഡൽസ്. അതും തന്നെ ആ ഭാഗം നിങ്ങൾ നന്നായിട്ട് നോക്കുക. പിന്നെ വരുന്ന ഏരിയ ആണ് നമ്മുടെ കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷന്റെ കൺസെപ്റ്റ്. അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ആൻഡ് പോസിറ്റീവ്നെസ്. നെക്സ്റ്റ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ടോപ്പിക് വൈസിൽ ഒരു ഡയഗ്രാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻസിനനുസരിച്ചിട്ട്, അതിന്റെ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു 60% എന്ന് പറഞ്ഞാൽ ഹൈ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഒരു മീഡിയം ലെവലിലേക്ക് 40% ആയിരിക്കും മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. പിന്നെ നമ്മൾ ഇനി സിലബസ് മാപ്പിംഗിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ആ എക്സാം റെലവൻസിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ബ്ലോക്ക് വൈസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനൈസേഷൻ തിയറി എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്, കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ. നേരത്തെ പറഞ്ഞു കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ. അതിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മുമ്പ് 12 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഹൈ ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഏതെന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തിയറിയിലെ ടോപ്പിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് ആണ്. അപ്പോൾ അതിനകത്ത് തന്നെ
യൂണിറ്റ് ആയിട്ടുള്ള അതിലെ ഒരു യൂണിറ്റ് ഓവർവ്യൂ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്ന യൂണിറ്റിൽ ചോദിക്കുന്ന എപ്പോഴും ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആണ് കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ കൺസെപ്റ്റ് നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് വേണം കയറാനായിട്ട്. കാരണം അത് 15 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയറുകളിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് ഹൈ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് ബ്ലോക്ക് ഉണ്ട് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്. അതിനകത്ത് പേഴ്സണാലിറ്റി ആൻഡ് ഇമോഷൻസ് എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് 8 ടൈംസ് ആണ് പ്രീവിയസ് ഇയറുകൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതും തന്നെ മീഡിയം ലെവലിലാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് പറയുന്ന ബ്ലോക്കിൽ ഉണ്ടായിട്ടുള്ള ഗ്രൂപ്പ് ഫോർമേഷൻ ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ആൻഡ് കോഹസീവ്നെസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഇതും തന്നെ ചോദിച്ചു കാണുന്ന ഒരു ഏരിയ ആണ്. 10 ടൈംസ് ആണ് പ്രീവിയസ് ഇയറുകൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മീഡിയം ലെവലാണ് നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 2 ഏരിയ മാത്രമേ നമ്മൾ മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ നന്നായിട്ട് തന്നെ നമ്മൾ നോക്കണം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് ഓർഗനൈസേഷണൽ ചേഞ്ച് എന്നുള്ള യൂണിറ്റിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ടോപ്പിക് ആണ് ലെവിൻസ് ചേഞ്ച് മോഡൽ. ഇതും തന്നെ നമ്മൾ ഹൈ ആണ് അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കാരണം 14 ടൈംസ് ആണ് ഇത് പ്രീവിയസ് ഇയറുകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന് ഹൈ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ സിലബസ് മാപ്പിംഗ് നമ്മൾ പറഞ്ഞു ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും ഒക്കെ എക്സാം റെലവൻസോട് കൂടി തന്നെയാണ് നമ്മൾ സിലബസ് മാപ്പിംഗ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയറിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. അത് ഇതിനകത്ത് നമ്മൾ ടേബിൾസ് ആയിട്ടും അതുപോലെ തന്നെ ഗ്രാഫ് ആയിട്ടെല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ ബാർ ചാർട്ടിലായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക ഫ്രീക്വൻസി ടോപ്പിക്, പാസ്റ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് എത്ര തവണ ചോദിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് കണ്ടപ്പോൾ ഏകദേശം ധാരണ കിട്ടിക്കാണുമല്ലോ. പിന്നെ ഈ ബാർ ചാർട്ടും തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഓരോ എക്സാമ്പിളും ചോദിച്ചിട്ടുള്ള ടോപ്പിക്, ചോദിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്സ് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാർ ചാർട്ടൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ അത് എത്ര തവണ ചോദിച്ചു അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസിലാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കത് ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ബൈ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും തന്നെ ഹൈ ആണോ മീഡിയം ആണോ ലോ ആണോ അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ടും ബൈ ചാർട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ടേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ സിലബസ് മാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്, ടേബിൾ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. പിന്നെ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് പറയുന്നുണ്ട്. അത് നമുക്ക് കറക്റ്റ് ആയിട്ടും എത്ര മാർക്കാണ്, എത്രത്തോളം മാർക്ക് ഓരോന്നും ചോദിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എസ്എ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുപോലെ തന്നെ ക്രിട്ടിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, കേസ് സ്റ്റഡീസ് ഉണ്ട്, ഷോർട്ട് നോട്ട് എഴുതാൻ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസിലാണ് വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എസ്എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് 10 മാർക്കിനായിരിക്കും 20 മാർക്സിനായിരിക്കും എന്ത് ചോദിക്കുന്നുണ്ടാവുക, എസ്എ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ ക്രിട്ടിക് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് ഒക്കെ വരാറുണ്ട്. ഇത് നോർമലി നമ്മളൊരു 15 മാർക്സിനൊക്കെയാണ് ക്രിട്ടിക് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് ഒക്കെ വരാറുള്ളത്. പിന്നെ ഷോർട്ട് നോട്ട് എഴുതാൻ
ഒരു 10 മാർക്സിനൊക്കെ ഉള്ളതായിരിക്കും എന്ത് വരുന്നുണ്ടാവുക, ഷോർട്ട് നോട്ടായിട്ട് നമുക്ക് എഴുതാനായിട്ട് വരുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇനി ഫ്രീക്വൻസി പറയുന്നുണ്ട്. ബ്ലോക്ക് ഓരോ ബ്ലോക്കും എക്സാമിന് ചോദിച്ചു കാണുന്ന ഫ്രീക്വൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓർഗനൈസേഷണൽ ബിഹേവിയറൽ ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്നാണ് നമ്മൾ കൂടുതലായിട്ടും ചോദിച്ചു കാണുന്നത് കേട്ടോ. അതിന്റെ ഒരു അബൌട്ട് 20 ഒക്കെ 20 ടൈംസ് ഒക്കെ നമുക്ക് എന്ത് ചോദിച്ചിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ആ ഒരു സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അറൌണ്ട് 20 ടൈംസ് വരെ ഇത് ചോദിച്ചിട്ടുണ്ട്, ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ബ്ലോക്ക് എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഒരു 15-20 ഇടയ്ക്കായിട്ട് 20 ടൈംസ്, ഒരു 18 ടൈംസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷന് തിയറിയുടെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന നമ്മുടെ മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്ന് ഏകദേശം ഒരു 15 ടൈംസ് ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നും നാലാമത്തെ ബ്ലോക്കിൽ നിന്നൊരു 12-13 ടൈംസ് ഒക്കെ അതും തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈ ഓരോ ബ്ലോക്കിൽ നിന്നും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് വൈസ് നമ്മൾ പറയുമ്പോൾ ഏതാണ്, നമുക്ക് രണ്ടാമത്തെ ബ്ലോക്ക് എന്നാണ് കൂടുതലായിട്ട് നമ്മൾ ചോദിച്ചു കാണുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് അഞ്ചാമത്തെ ബ്ലോക്ക്, പിന്നെ ഒന്നാമത്തെ ബ്ലോക്ക്, പിന്നെ കൂടുതൽ അധികം ചോദിച്ച് കാണാത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് പറയുന്ന ബ്ലോക്ക് എന്നാണ്. ചോദിച്ച് കാണാത്തതെന്നല്ല, ഫ്രീക്വൻസി കുറവുള്ളതെന്ന് പറയാൻ ഗ്രൂപ്പ് ബിഹേവിയർ ആണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നമുക്കറിയാം എസ് എ ക്വസ്റ്റ്യൻ ഉണ്ട്, ഷോർട്ട് എസ് ഉണ്ട്, ക്രിട്ടിക് ഉണ്ട്, കേസ് സ്റ്റഡീസ് ഒക്കെ ഉണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലോങ് ആൻസർ എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നത്. എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മളോട് കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പൊ അതിന്റെ മാർക്സ് എന്ന് പറയുന്നത് 20 മാർക്സിലോട്ടായിരിക്കും എസ് എ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. പിന്നെ ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട്സ് നമ്മൾ ബ്രീഫ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ബ്രീഫായിട്ട് എഴുതാൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. 10 മാർക്സ് ആണ് അതിന് മാർക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ക്രിട്ടിക്സും കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇവാലുവേഷൻ ആണ്, ഒരു അനാലിസിസ് ചെയ്യുന്നതാണ്. നമ്മൾ എന്താ പറയുന്നത്, ഇപ്പൊ തിയറീസ് ഒക്കെ ഏതെങ്കിലും ഒരു തിയറിയോ അല്ലെങ്കിൽ കൺസെപ്റ്റോ ഒക്കെ ചോദിക്കുക, അപ്പൊ അത് അനലൈസ് ചെയ്തിട്ട് എഴുതാൽ നമ്മളത് ഇവാലുവേറ്റ് ചെയ്തിട്ട് എഴുതുക, അതാണ് ക്രിട്ടിക്സ് എന്ന് പറയുന്നത്. അതും 50 മാർക്സിനാണ് ചോദിക്കുക. സെയിം പോലെ തന്നെയാണ് കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ നമുക്ക് ഏതെങ്കിലും ഒരു കേസ് തന്നിട്ടുണ്ടാവും, നമ്മൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ എഴുതണം. അത് പ്രാക്ടിക്കലി എങ്ങനെയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യുക എന്നുള്ള രൂപത്തിലാണ് നമ്മളവിടെ ആൻസർ എഴുതേണ്ടി വരിക. അതിന് തന്നെ എത്ര മാർക്കാണ് ഉണ്ടാവുക, 15 മാർക്സ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. ഇനി നമുക്ക് ബ്ലോക്ക് കവർ ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ ബ്ലോക്ക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ തിയറി എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 18 ടൈംസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്ന് കണ്ടിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എ ക്വസ്റ്റ്യൻസിന് ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് എഴുതാനും ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്, ഓർഗനൈസേഷൻ തിയറി എന്നുള്ള ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്, രണ്ടാമത്തെ ബ്ലോക്ക്. ഇത് 22 ടൈംസ് ആണ് ഇത് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ഇതും തന്നെ എസ് എ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ക്രിട്ടിക്സ് ക്വസ്റ്റ്യൻസും ആണ് ഇത് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് സെക്കൻഡ് പാർട്ട്, അതിന്റെ ഒരു 15 ടൈംസ് ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളത്. മിക്കവാറും ഷോർട്ട് നോട്ട്സ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, മൂന്നാമത്തെ ബ്ലോക്ക് ഒന്ന് കൂടുതലും ഷോർട്ട് നോട്ട്സ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ബ്ലോക്കിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. എസ് എ ടൈപ്പും ക്രിട്ടിക്സും ആണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. 22 ടൈംസ് അത് ആ ഏരിയയിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നാലാമത്തെ ബ്ലോക്ക് ഗ്രൂപ്പ് ബിഹേവിയർ ആണ്. അത് 12 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിനകത്ത് വന്ന് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വെച്ചാൽ കേസ് സ്റ്റഡീസ് എഴുതാനാണ് മിക്കവാറും ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് വരാറുള്ളത്. ഓക്കെ, പിന്നെ ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക്. ഇത് 20 ടൈംസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ബ്ലോക്കിൽ നിന്ന്. അത് എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ടും വരാറുണ്ട്, അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് ആയിട്ടും വരാറുണ്ട്. ഇത് രണ്ടുമായിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ബ്ലോക്സ് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 5ഉം ആണ്. കാരണം 22 ടൈംസ് ബ്ലോക്ക് 2ഉം 20 ടൈംസ് ബ്ലോക്ക് 5 എന്നും വന്നിട്ടുണ്ട്. അതും വരുന്നത് എസ് എയും ക്രിട്ടിക്കും അതുപോലെ തന്നെ കേസ് സ്റ്റഡീസും തന്നെയാണ് കൂടുതലായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ എക്സാം പാറ്റേൺ ഇനി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിനെ നന്നായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് വേണ്ടി വരും എഴുതാനായിട്ട്. ഈ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക എന്ന് പറയുമ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഡിസ്കസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ്
ക്ലാസിക്കൽ ഓർഗനൈസേഷണൽ തിയറി വിത്ത് എക്സാമ്പിൾസ് എന്ന് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ തിയറി എന്താ, ഈ ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി എന്താന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. അത് എക്സാമ്പിളിലൂടെ വേണം നമ്മളത് എഴുതി തീർക്കാനായിട്ട്. അപ്പോഴേ നമുക്കതൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുള്ളൂ, അതിന്റെ മാർക്സ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ 20 മാർക്സിലോട്ടായിരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരിക. പിന്നെ ഷോർട്ട് നോട്ട് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന നോട്ട്സ് ആണ്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ജോബ് എൻറിച്ച്മെന്റ്. ജോബ് എൻറിച്ച്മെന്റ് ആ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 10 മാർക്സ് ആണ് നമുക്ക് ഷോർട്ട് നോട്ട്സിന് കിട്ടാറുള്ളത്. പിന്നെ ക്രിട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പൊ ഏതെങ്കിലും ഒരു തിയറിയോ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റോ തന്നു കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ടായിരിക്കും ചോദിക്കുക. അതിന്റെ വീക്ക്നെസ്സോ അല്ലെങ്കിൽ എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്ട്രെങ്തോ തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഇതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മളത് ആൻസർ എഴുതണം. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ഹേഴ്സ്ബർഗ് 2-factor തിയറി ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷന്റെ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹേഴ്സ്ബർഗിന്റെ 2-factor തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഇവാലുവേറ്റ് ചെയ്ത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ക്രിട്ടിക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. കോമൺലി അതിന് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 15 മാർക്സ് തന്നെ ആയിരിക്കും. പിന്നെ കേസ് സ്റ്റഡീസ് നമ്മൾ പറഞ്ഞു, നമ്മൾ പഠിച്ചിട്ടുള്ള തിയറീസ് എങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേസ് സ്റ്റഡീസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കൺസെപ്റ്റോ തിയറിയോ കാര്യങ്ങളോ എന്തെങ്കിലും തരും, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള രൂപത്തിൽ നമ്മളത് എഴുതേണ്ടതായിട്ട് വരും. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അനലൈസ് ദ ഗ്രൂപ്പ് ഡൈനാമിക്സ് ഓഫ് എ ടീം ഫേസിങ് കോൺഫ്ലിക്ട് ഇൻ ഓർഗനൈസേഷൻ. കോൺഫ്ലിക്ട് എന്താ നമ്മൾ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പ് ഡൈനാമിക്സ് നമ്മൾ അനലൈസ് ചെയ്യണം. എന്നിട്ടൊരു കോൺഫ്ലിക്റ്റ് ഒരു ഓർഗനൈസേഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് ആ ടീം അത് ഫേസ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുക, അത് ഒരു പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ അതിന് ആൻസർ എഴുതി കൊടുക്കണം. അപ്പൊ അതിനും തന്നെ 15 മാർക്സിനാണ് നമുക്ക് പൊതുവെ കേസ് സ്റ്റഡീസ് ചോദിച്ചു കാണുന്നത്. പിന്നെ ഇനി ബ്ലോക്കും യൂണിറ്റ് വൈസ് ഒക്കെ കവറേജ് ചെയ്ത് നമ്മൾ പറഞ്ഞു, ട്രെൻഡും പാറ്റേണും ഒക്കെ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മളിത് അനലൈസ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഇത് നിങ്ങളെ മുമ്പിലോട്ട് എത്തിച്ചിട്ടുള്ളതും. പിന്നെ ബ്ലോക്കിൽ നമുക്ക് കൂടുതൽ നമുക്കറിയാം, ഓരോ ബ്ലോക്കും നമ്മൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഏതാണ് ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് പഠിക്കാനായിട്ട്. ഇനി കൂടുതൽ ചോദിക്കുന്ന ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്. അത് 22 ടൈംസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റ് 20 ടൈംസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ബ്ലോക്കാണ് ഈ 2 ബ്ലോക്ക്. പിന്നെ മോസ്റ്റ് ഒരു പ്രിഫറബിളി വരുന്ന ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ തിയറിയും അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിഹേവിയറും. അത് ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് ഒക്കെ ആയിട്ടാണ് പൊതുവെ ചോദിക്കാറായി ഉള്ളത്. പിന്നെ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് അനുസരിച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാം 20 മാർക്സിനാണ് ചോദിക്കുക. അതുപോലെ തന്നെ അതിന്റെ അതിനെ എഴുതേണ്ടത്, അപ്പൊ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ എഴുതാനായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ വിഷ്വലൈസേഷൻ ഇൻസൈറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ക്വസ്റ്റ്യന്റെ ടൈപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ മാർക്ക് അലോക്കേഷന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലോക്ക് ഇങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നത്. ഓരോന്നും കറക്റ്റ് ആയിട്ട് എസ് സി ആണോ അല്ലെങ്കിൽ ഷോർട്ട് എസ് സി ആണോ ഏതിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് തുടങ്ങിയിട്ടുള്ള ഏരിയാസ് ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മളിത് പ്രസന്റ് ചെയ്യുന്നത്. ഇനി
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടോപ്പിക് വൈസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ടോപ്പിക് വൈസ് നമുക്ക് നോക്കുന്ന സമയത്ത് ഫ്രീക്വൻസി എത്ര തവണ നമുക്ക് ഒരു ടോപ്പിക് ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സ്പ്ലെയിൻ ദ ഗോൾസ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് നമുക്ക് കൂടുതൽ ടൈം നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഒരു 8 തവണയെങ്കിലും നമുക്ക് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ്, ഒരു ടോപ്പിക് ആണ് നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ ഗോൾ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ലെവൻസ് മോഡൽ ഓഫ് ഓർഗനൈസേഷൻ ചേഞ്ച്, ഇതും തന്നെ ഒരു എബവ് 7 ടൈംസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു 6-7 ടൈംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു നമ്മുടെ ഗ്രൂപ്പ് ഡെവലപ്മെന്റ് സ്റ്റേജസ്. അതും തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 6 ടൈംസ് ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യന്. അതുപോലെ പിന്നെ വരുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലാസിക്കൽ ഓർഗനൈസേഷണൽ തിയറി. നമ്മുടെ ഓർഗനൈസേഷൻ തിയറീസ് നമ്മൾ കുറെ പറയുന്നുണ്ട്. അതിൽ ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി ഒരു ഓൾമോസ്റ്റ് 5 ടൈംസ് ഒക്കെ ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ തിയറിയിൽ ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റിൽ ചോദിക്കുന്ന പേഴ്സണാലിറ്റിയുടെ തിയറീസ് പറയുന്നുണ്ട്. ഇതും തന്നെ 4 ടൈംസ് ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് ചോദിക്കുന്നത്, എത്ര തവണ ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കി അപ്പൊ ആ ചോദിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ വിടാതെ നന്നായിട്ട് കവർ ചെയ്ത് പോകാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ പറയുന്നത് മാർക്ക് അലോക്കേഷന്റെ ബേസിലാണ് പറയുന്നത്. മാർക്ക് അലോക്കേഷന്റെ ബേസിൽ പറയുന്ന സമയത്ത് അപ്പോൾ ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി ആണെങ്കിൽ 20 മാർക്സിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസിൽ വരുന്നതാണ് ലെവൻസ് മോഡൽ ഓഫ് ഓർഗനൈസേഷണൽ ചേഞ്ച്. ഇതിൽ തന്നെ 20 മാർക്സിനാണ് നമ്മൾ എക്സാം ചോദിച്ച് കണ്ടിട്ടുള്ളത് കൂടുതലായിട്ടും. അതേപോലെ ഗോൾസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ തിയറീസ്, ഇതും തന്നെ 15 മാർക്സിന് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടൊക്കെ കേസ് സ്റ്റഡീസും ക്രിട്ടിക്കൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡെവലപ്മെന്റ് സ്റ്റേജസ്, ഇതും തന്നെ 10 മാർക്സിനാണ് ചോദിച്ച് കണ്ടുവരുന്നത് നിലവിൽ. പിന്നെ ഇനി നമ്മൾ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ തിയറി എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിൽ നിന്നും നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ഡിസ്ക്രൈബ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി. ഇവിടെ ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് 5 ടൈംസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 20 മാർക്സിലോട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് 1 എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് ഓർഗനൈസേഷൻസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഗോൾസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ ഗോൾസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അത് 8 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 15 മാർക്സിനായിരുന്നു ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് 2 എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് പേഴ്സണാലിറ്റി ആൻഡ് ഇമോഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വന്നിട്ടുള്ളതാണ്. പേഴ്സണാലിറ്റിയുടെ തിയറിയും അതുപോലെ തന്നെ അത് ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 4 ടൈംസ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 15 മാർക്സിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് ഗ്രൂപ്പ് ഫോർമേഷൻ ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്ന യൂണിറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ. അനലൈസ് ദ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് 6 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ അത് 10 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റിൽ നിന്ന് ഓർഗനൈസേഷണൽ ചേഞ്ച് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ലെവിൻസ് മോഡൽ ഓഫ് ഓർഗനൈസേഷൻ ചേഞ്ച്. നമ്മൾ ലെവിൻസ് മോഡൽ ഓർഗനൈസേഷൻ ചേഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് 7 ടൈംസ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് 20 മാർക്സിന് തന്നെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനി നമുക്കൊരു മാർക്ക് ബേസിൽ ഒരു ഡീറ്റെയിൽഡ് അനാലിസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ നമുക്ക് കൂടുതൽ ടൈം നമുക്ക് ആവശ്യമുള്ളതിന് ചെലവഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇമ്പോർട്ടൻസും ഏതാണ് കൂടുതൽ പഠിക്കേണ്ടതായിട്ടുള്ള ഏരിയ, അല്ലെങ്കിൽ നമ്മൾ ഏതാണ് നല്ല എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് അവിടെ നമ്മൾ പഠനം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അത് നമുക്ക് സക്സസിലോട്ട് എത്തിക്കാനും പറ്റുന്നുള്ളൂ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. ഇനി ഒരു ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നമുക്ക് ക്വസ്റ്റ്യന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഓർഗനൈസേഷൻ തിയറി എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന് ഡിസ്ക്രൈബ് ദി പ്രിൻസിപ്പിൾ ഓഫ് ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി നമ്മൾ ഓരോ ഏരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വിടാതെ നന്നായിട്ട് തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് 1 എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് എക്സ്പ്ലെയിൻ ദ ഗോൾ ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഈ ഒരു ടോപ്പിക്
അതും തന്നെ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് 2 എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിന്ന് ഡിസ്കസ് ദ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ഇൻ ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റ്. നമ്മൾ ഒരുപാട് പേഴ്സണാലിറ്റി തിയറീസ് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ തിയറീസ് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 4ാമത്തെ ബ്ലോക്ക് ഗ്രൂപ്പ് ബിഹേവിയർ ആയിരുന്നു. അന്ന് നമ്മുടെ ഗ്രൂപ്പ് ഡെവലപ്മെന്റ് സ്റ്റേജസ് ഉണ്ട്, അത് ആ ഒരു ഏരിയ നന്നായിട്ട് തന്നെ കവർ ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ലാസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഭാഗത്ത് നിന്ന് നമ്മുടെ ലെവിൻസ് മോഡൽ ഓർഗനൈസേഷണൽ ചേഞ്ചിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും തന്നെ നന്നായിട്ട് കവർ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഫ്രീക്വൻസി നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെ ഫ്രീക്വൻസി നമ്മൾ ഗ്രാഫ് വഴിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് ഒന്നും കൂടെ നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ 8 ടൈംസ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഓർഗനൈസേഷൻ ബിഹേവിയർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് 8 ടൈംസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ലെവിൻസ് ചേഞ്ച് മോഡൽ എന്ന് പറയുമ്പോൾ 7 ടൈംസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ ഗ്രൂപ്പ് ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ 6 ടൈംസ് ആണ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫ്രീക്വൻസി കുറച്ച് കുറവെന്ന് പറയാൻ അതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു ആവറേജ് മാർക്ക് അലോക്കേഷൻ ഒക്കെ കിട്ടുന്ന ഏരിയ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി അതിന്റെ പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. നോർമലി ഒരു 20 മാർക്സിനൊക്കെയാണ് ഈ ഏരിയ ചോദിച്ചു കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ അനലൈസ് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ്, അത് 10 മാർക്സിനൊക്കെ ചോദിച്ചു കാണുന്ന ഒരു ഏരിയ ആണ്. ഒരു ആവറേജ് ലെവല് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ കേട്ടോ. വിഷ്വൽ ഇൻസൈറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാർ ചാർട്ടും അതുപോലെ തന്നെ ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ഏരിയ നമ്മൾ പറയുന്നത് കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുത്ത് പഠിക്കേണ്ട ഏരിയ. നമ്മൾ അത് ആ ഒരു പിക്ചർ കണ്ട സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർഗനൈസേഷൻ ബിഹേവിയർ അതുപോലെ ഓർഗനൈസേഷൻ കൾച്ചർ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ നിങ്ങൾ നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജീസ് ഒക്കെ നോക്കുന്ന സമയത്ത് കൂടുതൽ ഫ്രീക്വൻസി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് നന്നായിട്ട് സമയം കണ്ടെത്തുക, അതിന് നന്നായിട്ട് സമയം ചെലവഴിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആൻസേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഓരോ തിയറീസും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്ന രൂപത്തിലോട്ടും അതുപോലെ തന്നെ അത് എക്സാമിന് അത് എഴുതുന്ന പോലെ നമ്മളൊന്ന് എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് ഒന്നും കൂടെ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. ഇനി പ്രോബിലിറ്റിയുടെ റേറ്റിംഗ് ആണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ പ്രോബിലിറ്റി പ്രഡിക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഗോൾസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയറും അത് ഹൈ പ്രോബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള അല്ലെങ്കിൽ റേറ്റിംഗ് കൂടുതലുള്ള ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ ലെവിൻസ് ചേഞ്ച് മോഡല്, ഗോൾസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ 3 ഭാഗങ്ങൾ. പിന്നെ പ്രോബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരുന്നത് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ സ്റ്റേറ്റ്സ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റും. ഇത് രണ്ടുമാണ് പ്രോബിലിറ്റി കുറച്ചെങ്കിൽ കുറവുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ഹൈ പ്രോബിലിറ്റി തന്നെ വരുന്ന ഏരിയകളാണ് കേട്ടോ. നെക്സ്റ്റ് ഇനി ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ബിഹേവിയർ. ഓർഗനൈസേഷണൽ തിയറിയിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഹൈ പ്രോബിലിറ്റി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഹൈ പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പാസ്റ്റ് എക്സാമിനൊക്കെ കൂടുതലായിട്ട് ചോദിച്ച് കാണുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. അതുപോലെ തന്നെ സെക്കൻഡ് ബ്ലോക്കിൽ നിന്നുള്ള കോഴ്സ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്ന ടോപ്പിക്, അതും തന്നെ നമ്മൾ ഹൈ പ്രോബിലിറ്റി കൊടുത്തിട്ടുള്ളതാണ്. ഹൈ പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം അത് പ്രീവിയസ് ഇയറുകളിൽ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി, ഇത് മീഡിയം ലെവലിലാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് പഠിച്ചു വെക്കേണ്ടത്, കാരണം ആ രൂപത്തിൽ ക്രിട്ടിക്കോ അല്ലെങ്കിൽ കേസ് സ്റ്റഡീസോ ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാകും. പിന്നെ ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ്, ഇതും തന്നെ മീഡിയം ലെവലിൽ ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും തന്നെ കേസ് സ്റ്റഡീസ് ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ കേട്ടോ. കേസ് സ്റ്റഡീസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് പൊതുവെ കണ്ടുവരുന്നത്. ലാസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റിൽ നിന്ന് ലെവിൻസ് ചേഞ്ച് മോഡൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അത് തന്നെ ഹൈ പ്രോബിലിറ്റി ഉള്ള ഏരിയ തന്നെയാണ്. അത് ഫ്രീക്വൻലി നമുക്ക് ചോദിക്കുന്നതാണ്, അതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് പ്രിപ്പയർ ചെയ്തിട്ട് പോകും. അപ്പോൾ ഹൈ പ്രോബിലിറ്റി കൊടുത്തിട്ടുള്ള നമ്മുടെ കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ, ഗോൾസ് ഓഫ് ഓർഗനൈസേഷൻ, ബിഹേവിയറും അതുപോലെ തന്നെ ലെവിൻസ് ചേഞ്ച് മോഡലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കണ്ടന്റ് കറക്റ്റ് ആയിട്ട് എഴുതി പഠിച്ച് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പേഴ്സണാലിറ്റി തിയറീസും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡെവലപ്മെന്റ് സ്റ്റേജസും മീഡിയം ലെവലിലാണ് ചോദിക്കുന്നത് എങ്കിലും അത് കേസ് സ്റ്റഡീസും ക്രിട്ടിക്കും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ പറഞ്ഞിട്ടുള്ള ഏരിയകളൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതി പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ പ്രോബിലിറ്റി അനാലിസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാർ ചാർട്ടിനകത്ത് നമ്മൾ മെയിനായിട്ടും അതെ ഹൈ പ്രോബിലിറ്റി ഏതാണ്, മീഡിയം പ്രോബിലിറ്റി ഏതാണ്, ലോ പ്രോബിലിറ്റി ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് കണ്ടന്റ് ആണെന്നും എങ്ങനെയാണ് അതിന്റെ പ്രോബിലിറ്റി ചോദിക്കുന്നതെന്ന കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രഡിക്ഷനകത്ത് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത് പറയുന്നുണ്ട്, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണത് പഠിക്കേണ്ടത്, എത്ര മാർക്കിനാണ് അത് പഠിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിത് അനലൈസ് ചെയ്തിട്ടുള്ളത്. ഇനി ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതലും ഹൈ പ്രോബിലിറ്റി വരുന്ന ഏരിയ ഇപ്പോൾ ലെവിൻസ് ചേഞ്ച് മോഡലും ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ ഗോൾസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാതെ ഹൈ പ്രോബിലിറ്റി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. പിന്നെ മീഡിയം പ്രോബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് മീഡിയം പ്രോബിലിറ്റിയിലാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു സ്റ്റഡി ടിപ്സ് ഒക്കെ പറയുന്ന പോലെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഹൈ പ്രോബിലിറ്റി സ്റ്റഡി അതൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന സമയത്ത് അത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് അത് പഠിക്കുക. അത് നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള രൂപത്തിൽ തന്നെ നന്നായിട്ട് അത് കവർ ചെയ്ത് പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ട്രെൻഡും പാറ്റേണും അനുസരിച്ച് നമ്മൾ ഇൻഡെപ്ത് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന്. നമുക്ക് ഈ ഡിസംബർ സൈക്കിളിൽ എക്സാം പോകുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എങ്ങനെ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇതുവരെയുള്ള പാറ്റേൺ അനുസരിച്ചിട്ട് നമ്മൾ ഡിസംബർ സൈക്കിളിലോട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇനി എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ എന്നുള്ള ഈ ഒരു പേപ്പർ 3 മണിക്കൂർ എക്സാം ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് കിട്ടുന്ന മാർക്ക് 100 മാർക്സിലോട്ടായിരിക്കും നമ്മൾ എക്സാം എഴുതുന്നുണ്ടാവുക. അപ്പോൾ 5 ക്വസ്റ്റ്യൻസിനാണ് നിങ്ങൾ അവിടെ ആൻസർ എഴുതേണ്ടതായിട്ട് വരിക. 5 ക്വസ്റ്റ്യൻസിനും ഈക്വൽ ആയിട്ടുള്ള മാർക്ക് ഉണ്ടാവുക. അപ്പോൾ 20 മാർക്സിനായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. അങ്ങനെ 5 ക്വസ്റ്റ്യൻസിന് 100 മാർക്കായിരിക്കും നമുക്ക് അവൈലബിൾ ആവുക. അപ്പോൾ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങളത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്താണ്, ആ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഡിസ്കസ് ദ വേരിയസ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. കണ്ടോ, എക്സാമ്പിൾ സഹിതം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ആ സ്ട്രക്ചർ, ഏതൊക്കെയാണ് ഉള്ളതെന്നും അത് എക്സാമ്പിൾ സഹിതം തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിൽ തന്നെ ഒന്നാമതിൽ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ബി ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇംപാക്ട് ഇറ്റ്സ് എഫക്റ്റീവ്നെസ്. എങ്ങനെയാണ് അതിന്റെ എഫക്റ്റീവ്നെസ് വരുന്നത്, ഒരു ഓർഗനൈസേഷനിൽ വരുന്ന സമയത്ത് ഈ സ്ട്രക്ചർ എങ്ങനെയാണ് അത് എഫക്റ്റീവ് ആവുന്നതെന്ന് കൂടി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടെയാണ് ഈ 20 മാർക്സ് കിട്ടുന്നത്. അപ്പൊ 10-20 മാർക്സ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടാവുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ, OB. എക്സ്പ്ലെയിൻ ദ ഗോൾസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡിയിങ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇൻ
കണ്ടംപററി ബിസിനസ് എൻവയോൺമെന്റ്സ്. ഈ ബിസിനസ് എൻവയോൺമെന്റിന്റെ അകത്ത് നമുക്ക് എങ്ങനെ നമുക്ക് ഓർഗനൈസേഷൻ ബിഹേവിയറിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, എന്തൊക്കെയാണ് അതിന്റെ ഗോൾസ് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ അവിടെ എഴുതേണ്ടതായിട്ട് വരിക. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതണം, നമ്മൾ ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പെർസെപ്ഷൻ ഇൻ ഓർഗനൈസേഷൻ ആൻഡ് ഡിസ്കസ് സ്ട്രാറ്റജീസ് ടു ഓവർകം പെർപച്വൽ ബാരിയേഴ്സ്. അപ്പൊ എങ്ങനെയാണ് ഓർഗനൈസേഷന് ആ ഒരു പെർസെപ്ഷന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ എഴുതണം. അതുപോലെ തന്നെ അതിൽ വരുന്ന ബാരിയേഴ്സ് എന്തൊക്കെ ഉണ്ടെന്ന് കൂടി നമ്മൾ എഴുതണം. അങ്ങനെ 2 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുമ്പോഴാണ് നമ്മളോട് 20 മാർക്സ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ലെവിൻസ് ചേഞ്ച് മോഡൽ ഇൻ ഡീറ്റെയിൽ, ഹൈലൈറ്റ്സ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ഇൻ മാനേജിങ് ഓർഗനൈസേഷൻ ചേഞ്ച് വിത്ത് എക്സാമ്പിൾസ്. ലെവിൻസ് മോഡൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പഠിക്കുന്ന ലെവിൻസ് ചേഞ്ച് മോഡല്. അപ്പോൾ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ രൂപത്തിലും കൂടെ ആക്കിയിട്ട് വേണം നമ്മളത് എഴുതാനായിട്ട്. അതും തന്നെ 20 മാർക്സ് ആണ് ചോദിക്കുന്നത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഇൻ ദ വർക്ക് പ്ലേസ്? കമ്പയർ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി വിത്ത് ഹേഴ്സ്ബർഗ് 2-factor തിയറി. ഇപ്പൊ മോട്ടിവേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോട്ടിവേഷന്റെ തിയറി നമ്മൾ എന്താണെന്ന് നമ്മൾ എഴുതണം. അതുപോലെ തന്നെ നമ്മുടെ ഹേഴ്സ്ബർഗിന്റെയും അതുപോലെ തന്നെ മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി ഉണ്ട്, ഹേഴ്സ്ബർഗിന്റെ 2-factor തിയറി ഉണ്ട്. 2 മോഡലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് എഴുതണം. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ക്യാൻ മാനേജേഴ്സ് എഫക്റ്റീവ്ലി യൂസ് ദീസ് തിയറീസ് ടു എൻഹാൻസ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി? അപ്പൊ എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് മാനേജേഴ്സിന് ഒരു ഓർഗനൈസേഷനൊക്കെ എങ്ങനെ ഇത് എഫക്റ്റീവ്ലി യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് ഈ തിയറിയുടെ ബേസിൽ നിന്നുള്ളത് എഴുതണം. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴാണ് നമുക്ക് 20 മാർക്സ് അവൈലബിൾ ആവുന്നുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ഇൻ ഓർഗനൈസേഷണൽ സെറ്റിംഗ്സ്. നമുക്ക് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് സ്റ്റേജസ് അനലൈസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു ഓർഗനൈസേഷനെ ബേസ് ആക്കിയിട്ട് തന്നെ നമ്മളത് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിന് തന്നെ ചോദിച്ചിട്ടുള്ളത്, ഡിസ്കസ് ഹൗ ഗ്രൂപ്പ് കോസീവ്നെസ് ക്യാൻ ഇമ്പാക്ട് ഓർഗനൈസേഷൻ പെർഫോമൻസ്. ഓർഗനൈസേഷൻ പെർഫോമൻസിന് എങ്ങനെയാണ് ഈ ഗ്രൂപ്പ് കോസീവ്നെസ് വരുന്നത് എന്നുള്ളതാണ്, ഇതിന്റെ ഇമ്പാക്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ കൂടെ ആൻസർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ 20 മാർക്സ് കിട്ടുന്നുണ്ടാകുക കേട്ടോ. ഈ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലാസിക്കൽ ഓർഗനൈസേഷണൽ തിയറി. നമ്മുടെ ക്ലാസിക്കൽ ഓർഗനൈസേഷണൽ തിയറിയുടെ പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്, അതിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ ഡു ദീസ് പ്രിൻസിപ്പിൾസ് ഡിഫർ ഫ്രം മോഡേൺ ഓർഗനൈസേഷണൽ തിയറീസ്, പ്രൊവൈഡ് എക്സാമ്പിൾ ടു സപ്പോർട്ട് യുവർ അനാലിസിസ്. അപ്പൊ എങ്ങനെയാണോ നമ്മളത് അനലൈസ് ചെയ്ത് എഴുതുന്നത് അതിന് തക്കതായിട്ടുള്ള എക്സാമ്പിളും കൂടെ കൊടുത്തിട്ട് വേണം നമ്മളത് ആൻസർ ചെയ്യാനായിട്ട്. 20 മാർക്സ് ആണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് സ്ട്രെസ് ഇൻ ദ വർക്ക് പ്ലേസ്? വർക്ക് പ്ലേസിൽ സ്ട്രെസ് എന്താണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഇന്റർ ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു സ്ട്രെസ്. അപ്പൊ ഒരു സ്ട്രെസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും കൂടെ നമ്മൾ ഒരു ഓർഗനൈസേഷൻ അകത്ത് വരുന്ന രൂപത്തിലുള്ള സ്ട്രെസ് വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതും കൂടെ നമ്മളവിടെ എഴുതി കൊടുക്കണം. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, സജസ്റ്റ് ടെക്നിക്സ് ഫോർ മാനേജിങ് സ്ട്രെസ് ടു ക്രിയേറ്റ് എ ഹെൽത്തിയർ വർക്ക് എൻവയോൺമെന്റ്. അപ്പൊ ഒരു ഹെൽത്തിയർ വർക്ക് എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ഏതൊക്കെയാന്നുള്ളതും കൂടെ നമ്മളവിടെ സജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനും 20 മാർക്സ് ആണ് അവൈലബിൾ ആവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ അവിടെ 4 ഷോർട്ട് നോട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 8ാമത്തെ ക്വസ്റ്റ്യനകത്ത് 4 ഷോർട്ട് നോട്ടിന്റെ ഏരിയ തന്നിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു 2 ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അഡാപ്റ്റീവ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, മറ്റൊന്ന് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ദി റെലവൻസ് ഇൻ ഓർഗനൈസേഷൻ ബിഹേവിയർ, മൂന്നാമതായിട്ട് ഓർഗനൈസേഷണൽ കൾച്ചർ വേഴ്സസ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ്, നെക്സ്റ്റ് ദ റോൾ ഓഫ് പവർ ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഓർഗനൈസേഷൻസ്. ഇങ്ങനെ 4 എണ്ണമാണ് നമുക്ക് ഷോർട്ട് നോട്ടിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും 2 എണ്ണം നമ്മൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഏതെങ്കിലും നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ എഴുതുക. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ 4 എണ്ണം അതിനകത്ത് തന്നിട്ടുണ്ട്, 4 നോട്ട് എഴുതാതെ തന്നിട്ടുണ്ട്. ഏതെങ്കിലും 2 നോട്ട് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും 2 നോട്ട് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് പഠിച്ച് പാസ്സാവാനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈ അനാലിസിസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയക്ക് നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളത് എഴുതി എല്ലാവർക്കും എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു ചിരിച്ച മുഖത്തോടു കൂടി തന്നെ ഇറങ്ങാൻ പറ്റട്ടെ, നല്ല സന്തോഷത്തോടു കൂടി എക്സാം എഴുതി ഇറങ്ങാൻ പറ്റട്ടെ, എല്ലാവരും വിജയിക്കട്ടെ എന്ന് കൂടെ ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.